വെൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്ന് വന്നിരിക്കുന്ന പുതിയ ഡെവലപ്മെൻറ്റ്സിൻ്റെ മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. അതായത് വേൾഡിൽ വന്നിരിക്കുന്ന ചേഞ്ചുകൾ, ബാനുകൾ, ഒരു പ്രശ്നത്തിൽ നിന്ന് വേറൊരു പ്രശ്നം ഉടലെടുക്കുന്നതിനെ പറ്റിയും അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന നല്ല വശങ്ങളും ചീത്ത വശങ്ങളും. അതിലൊന്നാണ് ഇന്ന് ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം അമേരിക്ക പോലെ സച്ച് വലിയ ജയിൻറ്റിൻ്റെയോട് ചില കാര്യങ്ങൾ ബാൻ ചെയ്തതായിട്ട് ഇവിടെ പറയപ്പെടുന്നു, അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളോടുമായി സമ്മതിക്കാനാണ് ഞാനിത് ഈ മാധ്യമത്തിലൂടെ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ റയർ എർത്ത് മിനറൽസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ചില ഐറ്റങ്ങൾ, അത് ഇന്ന കാലത്ത് പുതിയ ന്യൂ ജെൻ ഭാഷയിൽ പറഞ്ഞാൽ ന്യൂ ഓയിൽ എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദ ഓൾ കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുപയോഗിക്കുന്ന മിക്സിയുടെ തൊട്ട് മൊബൈൽ തൊട്ട് ലാപ്ടോപ്പ്, റേഡിയോ, ടൈപ്പ് റെക്കോർഡ്, മറ്റുള്ള എല്ലാവിധ TV തൊട്ട് എല്ലാവിധ സംവിധാനങ്ങൾക്കും, വണ്ടികൾക്കും, കാറുകൾക്കും വേണ്ടുന്ന സാധനമാണ് ഈ ചിപ്പായിട്ടും മൈക്രോ ചിപ്പായിട്ടും ഉപയോഗിക്കുന്നത്. ഈ ഇലക്ട്രോണിക്സ് ഐറ്റത്തിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അമേരിക്കയ്ക്ക് ഞങ്ങൾ ഇനി അത് തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, ധൈര്യപൂർവ്വം പറഞ്ഞിരിക്കുന്നു. അതിന് ചില കാരണങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് വന്നു, പഴയ പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ അവരുടെ ചില തീരുമാനങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രകോപനമായി അറിയപ്പെടുന്നത്. കാരണം അവരുടെ പ്രകോപനം എന്ന് വെച്ചാൽ, അവരൊരിക്കൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമേരിക്ക, അതായത് ചൈനയുടെ 100-ൽ കൂടുതൽ കമ്പനികളെ അവർ ബാൻ ചെയ്തിരിക്കുന്നു പല കാരണങ്ങളെ കൊണ്ട്. ഇത്തരം കാരണങ്ങളെ കൊണ്ട് ബാൻ ചെയ്തിരിക്കുന്ന കമ്പനികളിൽ നിന്നുണ്ടാകുന്ന പ്രകോപനമാണ് ഇതിന് കാരണമായതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്തരം കമ്പനികൾ ഒരു 100-140 കമ്പനികൾ, ചൈനയ്ക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്തിരുന്ന കമ്പനികളെല്ലാം അവർ പല കാരണങ്ങളെ കൊണ്ടും ബാൻ ചെയ്തിരിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാനിതൊരിക്കൽ പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു വേൾഡിൽ മൊത്തം 400 കമ്പനികൾ ബാൻ ചെയ്തതിൽ ഇന്ത്യയുടെ ഒരു 13-14 കമ്പനികളെ അവർ ഡ്യുവൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്തു എന്ന പേരിൽ ബാൻ ചെയ്തിട്ടുണ്ട്. ഇതും ഇന്ത്യയെ സംബന്ധിച്ച് നല്ലൊരു വാർത്തയല്ല. പല കമ്പനികളുടെ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്തു, പല കാരണങ്ങളും, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കവേ ചൈന പേഴ്സണലി ഇത്തരം ഒരു കാര്യങ്ങൾ എടുത്തു വച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇത്തരം ഒരു ബാൻ ചെയ്തത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അത് പുതിയ നമ്മുടെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ദി റിയർ എർത്ത് മെറ്റീരിയൽ USA എക്സ്പോർട്ട് ചെയ്യുന്ന തൽക്കാലം നിർത്തിവെക്കുക എന്നൊരു തീരുമാനത്തിലോട്ട് അവർ വന്നിരിക്കുന്നു. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ക്രിയേറ്റ് ദാറ്റ് സെമി കണ്ടക്ടർ, സോളാർ സെൽസ് എക്സെട്ര അങ്ങനെ ഉണ്ടാക്കുന്നതിനെല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ്. അത് ചൈനയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ചൈനയാണ് വൺ ഓഫ് ദ ലീഡർ ഇൻ ദ എക്സ്പോർട്ടിംഗ് മാർക്കറ്റ് ഓൾ ഓവർ ദ വേൾഡ്. America has that all kind of technology to how to make it, but they don't have that raw material there. റോ മെറ്റീരിയൽ ചൈനയിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇത്തരത്തിലുള്ളൊരു നടപടികളെ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ US-ന്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാ ടെക്നോളജികളും ഉണ്ടെങ്കിലും ഈ ഒരു ഐറ്റം, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വേണ്ടുന്ന റോ മെറ്റീരിയൽ അവരുടെ കയ്യിലില്ല. ഇത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടുപേരിൽ ഉണ്ടാകുന്ന ചെറിയ ഈഗോ ക്ലാഷിന്റെ ബലമായിട്ടാണ് ഇത് ഇവിടെ സംഭവിക്കുന്നത്. കൂടാതെ പുതിയ പ്രസിഡന്റ് വന്നതിന്റെ പിന്നിൽ പുള്ളി ആൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, ആൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, ചൈനയുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും 10%
ടാക്സ് ഇമ്പോസ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. അതും ചൈനയെ പ്രകോപിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് എക്സ്പെർട്സിന്റെ അഡ്വൈസ്. അപ്പോൾ ചൈനയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റങ്ങളിൽ 3 മെയിനായിട്ടുള്ള പ്രൊഡക്റ്റാണ് റോ മെറ്റീരിയലാണ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഈ 3 എണ്ണം എന്ന് പറയുമ്പോൾ റെയർ എർത്ത് മെറ്റീരിയൽ 3 എണ്ണം: 1 ഗാലിയം, 2 ജർമേനിയം ആൻഡ് ആൻറ്റിമോണിയം. ഇതിലെന്തെങ്കിലും പ്രൊണൗൺസിയേഷൻ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഐ എം നോട്ട് എക്സ്പെർട്ട് ഇൻ ദ കെമിസ്ട്രി ആൻഡ് സബ്ജക്ട്സ്. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത് നിർത്തും എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. ഈ റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടർ, ഡിഫൻസ് സംബന്ധമായ കാര്യങ്ങൾ, റിന്യൂവബിൾ എനർജി ആൻഡ് സച്ച് ടെക്നോളജി എല്ലാം ഉണ്ടാക്കുന്നതിന് ഇത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. അത്യാവശ്യമുള്ള റോ മെറ്റീരിയൽ ഒന്നാണ്. ഇതിൽ നിന്നാണ് അതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. ജർമേനിയം സോളാർ സെൽസിനും, ഗലേനിയം സെമി കണ്ടക്ടർ, വൈഫേഴ്സ്, സച്ച് തിങ്സിന്, അങ്ങനെ ഓരോ കാര്യങ്ങളിലായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹീറ്റ് റെസിസ്റ്റൻസ്, ഹയർ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്നതിനുള്ള കഴിവുള്ള മെറ്റീരിയലാണ് ഇതെല്ലാം. കൂടാതെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വേൾഡ് 60% ജർമേനിയവും 80% ഗാലിയം ആൻഡ് 48% ആന്റിമണി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവരുടെ അത്രയും കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു, അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേൾഡിൽ ആരുടെ കയ്യിലും ഇത് വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഡൊമിനൻ്റ് ഉണ്ട് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ US സംബന്ധിച്ച് അത് ബിസിനസ്സിനെ ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചൈനയോട് ഇവർ ഒരു പ്രാവശ്യം ഇതിനെപ്പറ്റി സംസാരിച്ചു, വൈ യു ആർ ഡൂയിങ് സച്ച് തിങ്സ് ടു US എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി പറയാനുള്ളത്, ഇത് ചൈന കൺസേൺ അബൌട്ട് ദ നാഷണൽ സെക്യൂരിറ്റി, അവരുടെ നാഷണൽ സെക്യൂരിറ്റീനെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ള ഒരു പേരിലാണ് അവരത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ചൈന സ്റ്റോപ്പ് ദ ഓൾ. ഇനിയിപ്പോൾ നാളെ ഇതിനോട് ബന്ധപ്പെട്ട് ചൈന സ്റ്റോപ്പ് സച്ച് എ എക്സ്പോർട്ട് ലൈക്ക് നിക്കൽ ആൻഡ് കോബാൾട്ട് ആൻഡ് സച്ച് തിങ്സ്, അത് ഇതിനേക്കാളും വലിയ രൂക്ഷമായിരിക്കും അമേരിക്കനെ സംബന്ധിച്ച്. ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ചൈനയുടെ ഒരു കഴിവിനെ നമ്മൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചൈന ധാരാളം ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പുകൾ അവരുടേതായിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ഇടയിൽ അവർ അമേരിക്കൻ പ്രോഡക്റ്റുകളും സെമി കണ്ടക്ടറുകളും നിങ്ങൾ അമേരിക്കയുടെ മേടിക്കരുത്, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് അവരെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതേസമയം അമേരിക്കയിലും ഇത്തരം കാര്യങ്ങൾ അവർ ന്യൂസ് പ്രൊപ്പഗൻഡയായി പറഞ്ഞു കഴിഞ്ഞു. ചൈനൻ പ്രൊഡക്ട്സ്, ഇത്തരമായിട്ട് സാധനങ്ങളൊന്നും നിങ്ങൾ ചൈനയുടെ മേടിക്കരുത്, അമേരിക്കയുടെ മാത്രമേ മേടിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. US അതുപോലെ തന്നെ അവരുടെ ചിപ്പ് മേക്കിംഗ് ഗെയിൻസ് ലൈക്ക് നിവാഡ, AMD ആൻഡ് ഇന്റൽ സച്ച് കമ്പനീസ്, അവരുടെ പ്രൊഡക്ട്സ് ചൈനയിൽ സെല്ല് ചെയ്യരുത് എന്നും ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ അറിയാൻ കഴിയുന്നുണ്ട്. ഇത് രണ്ടുപേരും തമ്മിലുള്ള ഒരു ട്രേഡ് വാറിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ചൈന ഒരു കാലഘട്ടത്തിൽ ജപ്പാനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 10 വർഷം മുമ്പാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർ ജപ്പാന് കുറെ മെറ്റീരിയൽ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ജപ്പാൻ ആ സാഹചര്യത്തിൽ അവർ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ടിട്ട് അന്നാലില്ലാത്ത ഒരു കാര്യം ഓസ്ട്രേലിയയിൽ നിന്ന് ഓർഡർ ചെയ്യുകയും അത് കൊടുക്കുകയും അതിനുശേഷം അവർക്ക് വളരെ സാമ്പത്തിക നഷ്ടം വരാൻ ഇടവരുകയും ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ നാളെ ഇത് എന്തായിരിക്കും, ഇതിൻ്റെ ഗതി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബട്ട് സച്ച് തിങ്സ് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്. നിങ്ങൾക്കെല്ലാവരും അറിയുന്ന പോലെ നമ്മുടെ പുതിയ കാലഘട്ടങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇത്തരം മിനറലുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്നും പറയാനുള്ളത്, കേരളീയനായ എനിക്ക് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നമ്മുടെ പല ആളുകളും പറയുന്നു മിനറൽസിൽ നമ്മുടെ കരിമണൽ ഖനനം. എന്താണ് കരിമണൽ ഖനനം? എവിടെ പോകുന്നു? എന്തിനുപയോഗിക്കുന്നു? എങ്ങനെ ഉപയോഗിക്കുന്നു?
എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് അവർ അടർത്തിയെടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഈ മെറ്റീരിയലിൽ നിന്ന് എന്തെങ്കിലും ഇതുപോലെ യൂറേനിയം മറ്റെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മുടെ വിറ്റത്തും കിടക്കുന്ന സാധനത്തിന് വേണ്ടി നമുക്ക് വിവരമില്ലാതെ കണ്ട് ചില ആൾക്കാരുടെ വിവരമില്ലായ്മയുടെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ വേറെ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കൂടി ഇതിനെ ബന്ധപ്പെട്ടവർ കേൾക്കുന്നവർ ആരെങ്കിലും അന്വേഷിക്കുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതിൽ തെറ്റു പറയില്ല. അത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനാൽ ഇത് കേൾക്കും ശ്രമിക്കുന്ന പലരും കേരളത്തിൻ്റെ കരിമണൽ ഖനനം, അത് കരിമണൽ കയറ്റി പോകുന്നു, അത് എന്താണ്, ഇതുപോലെയുള്ള വല്ല മെറ്റീരിയലോ വല്ല പ്രൊഡക്ട്സോ മിനറൽസോ അതിലുണ്ടോ ഇല്ലയോ എന്താണെന്ന് ഒന്ന് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും എല്ലാ കാര്യങ്ങളും ലോകത്തിന് ഉതകുന്ന നല്ല കാര്യങ്ങളുമായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ, ജയ് ഹിന്ദ്.